ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് ടാക്സിന്റെ ചാപ്റ്റർ നമ്പർ 5 എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറഞ്ഞൊരു പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മുടെയൊക്കെ മൈൻഡിൽ എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആയിരിക്കും അല്ലെ. പക്ഷേ ടാക്സ് അതോറിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂല് എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറീസ് മാത്രമല്ല. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ടാക്സ് അതോറിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി മാത്രമല്ല, അതിന്റെ അണ്ടറിൽ ഒരുപാട് മറ്റ് ഐറ്റംസുകളും വരുന്നുണ്ട്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കോമ്പ്യൂട്ടേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻകം. നമ്മൾ ഇൻകം ടാക്സ് കാണുമെങ്കിൽ നമുക്ക് എംപ്ലോയ്മെന്റ് ഇൻകം ഉണ്ടാവില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് ആദ്യം കോമ്പ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് അതിന്റെ പെർഫോമിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ നമ്മൾ ആദ്യം പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നത് സാലറി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്ന ഐറ്റത്തിൽ വരുന്ന ഒന്നാമത്തെ ഐറ്റം ആണ് എന്ത്? സാലറി. അടുത്തതാണ് ബോണസ് ഓർ കമ്മീഷൻ. നിങ്ങൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങൾ ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് സാലറി ഉണ്ടാവും, അത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആണ് അല്ലെ. ഇനി അനദർ ഒരു ബോണസ് നിങ്ങൾക്ക് റിസീവ് ചെയ്തു, ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ്, എന്തെങ്കിലും ടാർജറ്റ് അച്ചീവ് ചെയ്തതിന് ബോണസോ കമ്മീഷൻസോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആണ്. അപ്പൊ നിങ്ങൾക്ക് സാലറി മാത്രമല്ല, അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ഓൺ ആയി വരും, ബോണസും കൂടെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആയി വരും. അടുത്ത ആയിട്ടാണ് ബെനിഫിറ്റ്സ്. എന്താണ് ബെനിഫിറ്റ്സ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കമ്പനിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ചിലപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് വില്ല നമുക്കിപ്പോൾ സ്റ്റേ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആയിട്ട് കണക്ക് കൂട്ടണം. അടുത്തതാണ് റീഇംബേഴ്സ്ഡ് എക്സ്പെൻസ്. വാട്ട് ഈസ് മീൻ ബൈ റീഇംബേഴ്സ്ഡ് എക്സ്പെൻസ്? റീഇംബേഴ്സ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, വൈഫൈ ചാർജോ അങ്ങനെ എന്തോ ആയിട്ട് നിങ്ങളുടെ എംപ്ലോയർ എന്ത് ചെയ്തു, ഒരു 500 എന്ത് ചെയ്തു, പേ ചെയ്തു. എത്ര പേ ചെയ്തു? നിങ്ങൾക്കൊരു 500 പേ ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾ ഹോൾലി എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ വൈഫൈ ആയിട്ട് ഉപയോഗിക്കുക ഇല്ല, അതിൽ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ പ്രൈവറ്റ്ലിയും യൂസ് ചെയ്യും അല്ലെ. പക്ഷെ നമുക്ക് എംപ്ലോയർ തന്നത് 500 ആണ്, അപ്പൊ അത് റീഇംബേഴ്സ് ആയി. അതിൽ എല്ലാം നമുക്ക് പറ്റില്ല, അതിന്റെ ബിസിനസ് പ്രൊപ്പോർഷന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആയിട്ട് ആഡ് ബാക്ക് ചെയ്യണം. അടുത്ത ഐറ്റം ആണ് ക്യാഷ് വൗച്ചേഴ്സ്. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് വൗച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആണ്. അപ്പൊ നമ്മൾ എംപ്ലോയ്മെന്റ് ഇൻകത്തിന്റെ കോമ്പറ്റീഷനിൽ വരുന്ന 5 ഐറ്റംസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞത് സാലറി ആണ് അല്ലെ. രണ്ടാമത്തത് ബോണസ് ഓർ കമ്മീഷൻ അല്ലെ. ബോണസോ കമ്മീഷനോ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്നോ എംപ്ലോയർ അടുത്തുനിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താണ്, എംപ്ലോയ്മെന്റ് ഇൻകം ആണ്. മൂന്നാമത് ബെനിഫിറ്റ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ എന്തെങ്കിലും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കാറ്, മൊബൈൽ ഫോൺ, അങ്ങനത്തെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നിങ്ങളുടെ ഒരു എംപ്ലോയ്മെന്റ് ഇൻകം ആണ്. പിന്നെ റീഇംബേഴ്സ്ഡ് എക്സ്പെൻസ്, ക്യാഷ് വൗച്ചേഴ്സ്. ഓക്കെ, ഇനിയും നമ്മൾ ടാക്സ് അതോറിറ്റി പറയാണ്, ഇതിൽ മൊത്തത്തിനും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ടാക്സ് കൊടുക്കേണ്ടതില്ല. അതിലും ചില എന്തുണ്ട്, ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. നിങ്ങൾ മൊത്തത്തിന് എന്ത് ചെയ്യേണ്ട, ടാക്സ് തരണ്ട. നിങ്ങൾക്ക് ചില എക്സ്പെൻസുകൾ ഇൻകേർഡ് ആയോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. ആ എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഓർ നെസസറിലി. അതായത് നിങ്ങൾക്ക് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിന്ന് കൂട്ടിക്കോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ട്രാവൽ എക്സ്പെൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് നിങ്ങളുടെ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ്, നിങ്ങളുടെ ജോലി ചെയ്യ സംബന്ധമായ എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗബിൾ ആണ്. അടുത്ത ഐറ്റം ആണ് കോൺട്രിബ്യൂഷൻസ് ടു എംപ്ലോയേഴ്സ് ഒക്യുപേഷണൽ പെൻഷൻ സ്കീം. നമ്മൾ 2 പെൻഷൻ സ്കീം പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഒക്യുപേഷണൽ പെൻഷൻ സ്കീമും 2 പേഴ്സണൽ പെൻഷൻ സ്കീമും. അപ്പൊ നിങ്ങൾ എംപ്ലോയറുടെ ഒക്യുപേഷണൽ പെൻഷനിലേക്ക് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ടാക്സ് തരണ്ട. അത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഡിഡക്ട് ചെയ്തു എന്ന് ടാക്സ് അതോറിറ്റി പറയാണ്. അടുത്ത പോയിന്റ് ആണ് സബ്സ്ക്രിപ്ഷൻ ടു പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് അല്ലെ. നമുക്ക് ACCയുടെ സബ്സ്ക്രിപ്ഷൻ അല്ലേ ഇയർലി. അപ്പൊ നിങ്ങളുടെ എന്താ ജോലി സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ ബോഡീസിലേക്ക് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ അലൗബിൾ ആണ്. അടുത്തതാണ് ചാരിറ്റബിൾ ഡൊണേഷൻ, അതായത് പേറോൾ ഡിഡക്ഷൻ സ്കീം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, നമുക്ക് മന്ത്ലി ഒരു 45,000 സാലറി ഉണ്ട്. അപ്പൊ നമ്മുടെ പേറോൾ ഡിഡക്ഷൻ സ്കീമിൽ പറയുന്നുണ്ട് ഒരു
1,000 rupees അല്ലെങ്കിൽ 1,000 എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാരിറ്റബിൾ ഡൊണേഷനിലേക്ക് മന്ത്ലി എല്ലാ എംപ്ലോയീസും തരണമെന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു ചാരിറ്റബിൾ ഡൊണേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ചാരിറ്റബിൾ ഡൊണേഷൻ നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ അലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അടുത്തതാണ് ട്രാവൽ ആൻഡ് സബ്സിസ്റ്റന്റ് എക്സ്പെൻസസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ വരുന്ന എക്സ്പെൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. യൂസ് ഓഫ് ഓൺ കാർ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ബിസിനസ് ആക്ടിവിറ്റി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടും, മൈലേജ് അലവൻസ് കിട്ടും. നിങ്ങൾ ഓടിയ ഫുള്ളിനും എന്ത് കിട്ടില്ല, മൈലേജ് അലവൻസ് അലൗബിൾ ആവില്ല. നിങ്ങൾ ഓടിയ ബിസിനസ് പ്രൊപ്പോഷന്റെ അലവിന് ബിസിനസ് പ്രൊപ്പോഷന്റെ അത്ര മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഡിഡക്ട് ചെയ്തതാണ് എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. വൺസ് ഐ റിപ്പീറ്റ്, നമ്മൾ പറഞ്ഞു എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ ഏതൊക്കെ വരും, സാലറീസ് വരും, ബോണസോ കമ്മീഷനോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വരും, പിന്നെ എന്ത് വരും, ബെനിഫിറ്റ്സ് വരും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റീഇംബേഴ്സ്മെന്റ് എക്സ്പെൻസ് നിങ്ങളുടെ എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും, പിന്നെ ക്യാഷ് വൗച്ചേഴ്സ് വരും. ഇനി അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡിഡക്ഷൻ അലൗഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻക്വേർഡ് ആയി നിങ്ങളുടെ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയേഴ്സ് ഒക്യുപേഷണൽ പെൻഷൻ സ്കീം. നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറുടെ ഒക്യുപേഷണൽ പെൻഷൻ സ്കീമിലേക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ അലൗഡ് ആണ്. നിങ്ങൾ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ അലൗഡ് ആണ്. നിങ്ങൾ ചാരിറ്റബിൾ ഡൊണേഷൻസിലേക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഡിഡക്ഷൻ അലൗഡ് ആണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വന്നെങ്കിൽ അതും ഡിഡക്ഷൻ അലൗഡ് ആണ്. അതൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ എംപ്ലോയ്മെന്റ് ഇൻകത്തിനുള്ള ജനറൽ ഒരു റൂൾ ആണ് ഞാൻ ആദ്യം പറഞ്ഞു. എക്സ്പെൻഡിച്ചർ ഈസ് ഓൺലി ഡിഡക്റ്റബിൾ ഇഫ് ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഹോൺലി എക്സ്ക്ലൂസീവ്ലി ആൻഡ് നെസസറിലി ഇൻ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ട് വന്ന എക്സ്പെൻസസ് മാത്രമേ ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യുന്നുള്ളൂ, ഡിഡക്ട് ചെയ്യാൻ അലൗ ചെയ്യുന്നുള്ളൂ. അതായത് ബിസിനസ് പ്രൊപ്പോർഷൻസ് മാത്രം, അല്ലാതെ നിങ്ങളുടെ പ്രൈവറ്റ് പ്രൊപ്പോർഷൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ നിന്ന് ആ ഒരു എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഷാൾ വി ഡു എ ക്വസ്റ്റ്യൻ? ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, Ada is a marketing manager and is employed by Dale Limited. അഡ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണ് അല്ലെ, എംപ്ലോയ്മെന്റ് ആണ് അല്ലെ. മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്നത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഡെയിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. ഡ്യൂറിംഗ് ദ ടാക്സ് ഇയർ 23-24 ഷീ ഇൻക്ലൂഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഹെർ എംപ്ലോയ്മെന്റ്. താഴെ കുറച്ച് എക്സ്പെൻസസ് 23-24 ടാക്സ് ഇയറിൽ ആർക്ക് വന്നു, ആഡക്ക് വന്നു. ഓൾ ഓഫ് വിച്ച് വേർ റീഇംബേഴ്സ്ഡ് ബൈ ഡെയിൽ ലിമിറ്റഡ്. എല്ലാം റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ആർക്ക് കൊടുത്തിട്ടുണ്ട്, ആഡക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹോം ഫോൺ, ആദ്യം നമുക്ക് ഫോണിലേക്ക് ഒരു ലൈൻ റെന്റൽ ആയിട്ട് 100 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതിൽ ബിസിനസ് കോൾസിന് മാത്രമായിട്ടുള്ള വന്ന എക്സ്പെൻസ് എത്ര, 85 ആണ്. ഓക്കെ, ലൈൻ റെന്റൽ കൊടുത്തു മൊത്തമായിട്ട്, അതിൽ ബിസിനസ് കോൾസിന് വന്ന എക്സ്പെൻസ് എത്രയാടാ, 85. ഇതിൽ 100 ഡിഡക്ഷൻ അലൗഡ് ആണോ? നോ. നമുക്ക് നമ്മുടെ എംപ്ലോയ്മെന്റ് ഇങ്ങത്തുന്ന 100 കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ അലൗഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് കോൾസിന് മാത്രമുള്ളതേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ബാക്കി 15 ചാർജബിൾ. അത് നമ്മുടെ എന്താണ്, പ്രൈവറ്റ് പ്രൊപ്പോർഷൻ ആണ്. അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ ടു ലോക്കൽ ജിം. ലോക്കൽ ജിമ്മിൽ എന്ത് ചെയ്തു, സബ്സ്ക്രിപ്ഷൻ അടിച്ചു. ഇവിടെ അട എന്താണ്, മാർക്കറ്റിംഗ് മാനേജർ ആണ്, ജിം ട്രെയിനർ ആണോ? നോ. സോ എന്ത് ചെയ്യണം, ഇത് ഡിഡക്ഷൻ അലൗഡ് ആണോ? നോ, ഇത് ഡിഡക്ഷൻ അലൗഡ് അല്ല. അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ ടു ദ ചാർട്ടേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ്. അവിടെ ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണ്, അപ്പൊ അവരുടെ എന്തോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗിന് എന്ത് അടിച്ചു, സബ്സ്ക്രിപ്ഷന് അടിച്ചു. അങ്ങനെയെങ്കിൽ എത്ര വരും, 600 വരും. ഇതെന്താണ്, ഡിഡക്ഷൻ അലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ്, ട്രെയിൻ ഫെയർസ് ടു അറ്റൻഡ് മീറ്റിംഗ് ക്ലയന്റ് പ്രിമൈസസ് 500. അതായത് നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് പോകാനായിട്ട്, നമ്മുടെ ക്ലയന്റിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ട്രാവൽ എക്സ്പെൻസ് നമുക്ക് വന്നു. ട്രെയിൻ ചാർജ് ആണ് അടക്ക് ഇൻവേർഡ് ആയത്. അതെന്താണ്, ഡിഡക്റ്റബിൾ ആണ് അല്ലെ. നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസ് അല്ലേ. ഓക്കെ, അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് കോൾസിൽ 85 അലൗഡ് ഉള്ളൂ, 100 മൊത്തം അലൗ ചെയ്യാൻ പറ്റില്ല. ബിസിനസ് പ്രൊപ്പോർഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അലൗബിൾ ആവുള്ളൂ. അടുത്തത് സബ്സ്ക്രിപ്ഷൻ ടു ചാർട്ടേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ്. അത് നമുക്ക് അലൗബിൾ ആണ്. ജിമ്മിലേക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്തത് അലൗബിൾ ആണോ? നോ. അത് നമ്മുടെ പെർഫോമൻസ് ഡ്യൂട്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അടുത്തതാണ് ട്രെയിൻ ഫെയർ വന്നു, അതും എന്താണ്, അലൗബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് പേയ്മെന്റ്. എന്താണ് അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് പേയ്മെന്റ് എന്നാണ് അടുത്ത ടോപ്പിക്. നോക്കാം. എംപ്ലോയീസ് ഹൂ യൂസ് ദെയർ ഓൺ കാർസ്. നമ്മൾ പഠിച്ചു എന്ത്,
യൂസ് ഓഫ് അവർ ഓൺ കാർ. നമ്മൾ നമ്മുടെ എംപ്ലോയ്മെന്റ് പർപ്പസിനായിട്ട് നമ്മുടെ കാറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ഓഫ് ഓൺ കാർ എന്ന് പറഞ്ഞാൽ മൈലേജ് അലവൻസ് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. ഈ മൈലേജ് അലവൻസ് നമുക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ടാക്സ് അതോറിറ്റി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഒരു ഹെഡിൽ പഠിക്കാൻ പോകുന്നത്. അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് പേയ്മെന്റ്സ്. ഓക്കെ, എംപ്ലോയീസ് ഹു യൂസ് their own cars for business purposes are normally paid a mileage allowance by their employer. എന്താ ടാക്സ് അതോറിറ്റി പറയുന്നത്? ഏതെങ്കിലും ഒരു എംപ്ലോയി അവരുടെ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് നിറവേറ്റാൻ വേണ്ടിയിട്ട് their own കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മൈലേജ് അലവൻസ് ആര് പേ ചെയ്യണം, എംപ്ലോയർ പേ ചെയ്യണം. അതെങ്ങനെയാ നോക്കാം. ഇപ്പോ ഫസ്റ്റ് 10,000 മൈൽസിന് 45 പെൻസ് വെച്ച് എംപ്ലോയർ പേ ചെയ്യണം. അതിന്റെ പുറത്തുള്ള 10,000-ന് 25 പെൻസ് എന്നിങ്ങനെയാണ് കണക്ക്. ഫോർ എക്സാമ്പിൾ, ഒരു ഇയറിൽ ഒരു എംപ്ലോയി ഒരു 12,000 മൈൽസ് സഞ്ചരിച്ചു. അതിൽ 10,000 മൈൽസിന് വരെ എത്ര കൊടുക്കണം എംപ്ലോയർ? 45 പെൻസും. ബാക്കിയുള്ള 2,000-ന് എത്ര പെൻസും കൊടുക്കണം? 25 പെൻസും കൊടുക്കണം. അങ്ങനെയാണ് റൂൾ. ഷാൽ വി ഡു എ ക്വസ്റ്റ്യൻ? നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നോക്കിക്കേ. ആൻഡ് എംപ്ലോയി യൂസസ് ഹെർ ഓൺ കാർ ഫോർ ബിസിനസ് ട്രാവൽ. ഈ ഒരു എംപ്ലോയി എന്താണ്, ഹെർ ഓൺ കാർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ കത്തണം എന്താണ്, അവിടെ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ആരുടെ അടുത്തുനിന്ന്? എംപ്ലോയറുടെ അടുത്തുനിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്യൂറിംഗ് ദ ടാക്സ് ഇയർ 23-24 ഷീ ഡ്രോ 30,000 മൈൽസ്. ഈ ഒരു ടാക്സ് ഇയറിൽ ഈ ഒരു എംപ്ലോയി എത്ര മൈൽസ് ട്രാവൽ ചെയ്തടാ? 13,000 മൈൽസ് ട്രാവൽ ചെയ്തു ഓൺ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി. ഓക്കെ, ഹെർ എംപ്ലോയർ പെയ്ഡ് ഹെർ 30 പെൻസ് പെർ മൈൽ. അപ്പോ ഈ ഒരു എംപ്ലോയർ എത്രയാണ് പേ ചെയ്തത്? 30 പെൻസ് ആണ്. ഈ ഒരു 30,000 മൈൽസിന് എത്രയാണ് പേ ചെയ്തത്? 30,000 മൈൽസിന് 30 പെൻസ് വെച്ചാണ് ആര് പേ ചെയ്തത്? എംപ്ലോയർ പേ ചെയ്തത്. 30 പെൻസ് വെച്ചാണ് പേ ചെയ്തത്. ഓക്കെ, നമ്മളോട് പറയാണ് calculate the expense claim for the tax year 23-24 that can be made reduce taxable employment income. അതായത് ഈ ഒരു എംപ്ലോയിക്ക് ഇനി എത്രയും കൂടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാന്നാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? 10,000 മൈൽസിന് വരെ 45 പെൻസും അതിന്റെ ഓവർ ഉള്ളതിന് 25 പെൻസും ആണ്. ഇവിടെ ഡയറക്ട്ലി ഫുൾ മൈൽസിന് എംപ്ലോയർ എത്രേ കൊടുത്തിട്ടുള്ളൂ? 30 പെൻസേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയി അങ്ങോട്ടേക്ക് പേ ചെയ്യാനാണോ എന്നുള്ളതൊന്നും നോക്കാം. ഓക്കെ, ദ മൈലേജ് അലവൻസ് ഓഫ് നോക്കാം 30,000 അറ്റ് 30 പെൻസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പൗണ്ട് 3,900. ഇത്രയാണ് ആര് പേ ചെയ്തിട്ടുള്ളത്? നമ്മുടെ എംപ്ലോയർ പേ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എംപ്ലോയിക്ക് 3,900 പേ ചെയ്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് റിയൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു 30,000 മൈൽസിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. 30,000 മൈൽസിന് ഒറ്റയടിക്കായിട്ടാണോ? അല്ല, 10,000 മൈൽസിന് ഒരു റേറ്റ്, 10,000 മൈൽസിന് ഒരു റേറ്റും ബാക്കി 3,000-ന് മറ്റൊരു റേറ്റും. അതായത് ഈ 10,000 ഫസ്റ്റ് 10,000 നമുക്ക് എത്ര പെൻസ് കിട്ടും? 45 പെൻസ് കിട്ടും അല്ലെ? അങ്ങനെ ടാക്സ് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 10,000 മൈൽസിന് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്ത് നിന്ന് എത്ര പെൻസ് വാങ്ങിക്കോ? 45 പെൻസ് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10,000 മൈൽസിന് 45 പെൻസ് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 4,500 അതുമ്പോ തന്നെ കിട്ടണം. പക്ഷെ നമുക്ക് ടോട്ടലി എത്ര കിട്ടിയിട്ടുള്ളൂ? എംപ്ലോയർ 3,900 തന്നിട്ടുള്ളൂ. ആദ്യത്തെ 10,000 മൈൽസിന് തന്നെ നമുക്ക് എത്ര കിട്ടണം? 4,500 കിട്ടണം. ഇതെങ്ങനെയാ ചെയ്തത്? 10,000 മൈൽസ് ഇൻറ്റു 0.45. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,500 കിട്ടും. ഇനി നമുക്ക് കഴിഞ്ഞോ, നമ്മൾ 10,000 ആണ് ബിസിനസ് ട്രാവൽ ചെയ്തത് ഈ വർഷം? നോ, 23-24 ടാക്സ് ഇയറിൽ നമ്മൾ 13,000 മൈൽസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ ബാക്കിയുള്ള 3,000 നമ്മൾ പഠിച്ചു. ആദ്യത്തെ 10,000-ന് എത്ര? 45 പെൻസ്. അത് കഴിഞ്ഞിട്ടുള്ള 10,000-ന് എത്ര കിട്ടുള്ളൂ? 25 പെൻസേ അവൈലബിൾ ആവുള്ളൂ. അപ്പൊ ബാക്കി എത്ര ഉണ്ടടാ? 10,000 മൈൽസ് ഉണ്ടോ? ഇല്ല, ബാക്കി 3,000 മൈൽസേ ഉള്ളൂ. ആ 3,000 മൈൽസിന് നമുക്ക് എത്ര പെൻസ് വെച്ച് എംപ്ലോയർ തരണം? 25 പെൻസ് വെച്ച് എംപ്ലോയർ തരണം. അപ്പൊ എത്ര കിട്ടണം? 750യും കൂടെ കിട്ടണം. അതായത് 3,000 ഇൻറ്റു 0.25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 750. അപ്പൊ ടോട്ടൽ അലോബിൾ എമൗണ്ട് നമുക്ക് ടോട്ടൽ എംപ്ലോയർ എത്ര തരണം ഈ ഒരു ബിസിനസ് ട്രാവൽ ചെയ്തതിന്? പൗണ്ട് 5,250 തരണം. എത്രേ തന്നിട്ടുള്ളൂ? 3,900 തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു 1,350 എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എംപ്ലോയറുടെ അടുത്തുനിന്ന്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. I hope you all understand.